ഓയ് ഡ്രൈവർ. ഡ്രൈവർ നിന്റെ തന്ത. എന്താ മാഷക്കലിപ്പിലാണല്ലോ. ആണെങ്കിൽ അത് എന്റെ അടുത്ത് വേണ്ട. ഓ ആയിക്കോട്ടെ. ജീവേട്ടാ ജീവേട്ടാ ജീവേട്ടാ. എന്തുവാടി? എന്താ ഇത്ര ദേഷ്യം? ഒന്നുമില്ല. പറ ജീവേട്ടാ, പ്ലീസ് പ്ലീസ് ഒന്ന് പറ. അത് പിന്നെ എനിക്ക് ഈ ജോലി മടുത്ത്. ഏത് ജോലി? ഈ പോലീസായിരുന്നു മടുത്തടി. എനിക്ക് വയ്യ ഇനി ജോലിക്ക് പോവാൻ. മര്യാദക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ സ്വഭാവം പറഞ്ഞേക്കാം. എനിക്ക് വയ്യ. എന്റെ പൊന്നല്ലേ ജോലിക്ക് പോണേ. ഇല്ലെങ്കിലേ കുറച്ചുകൂടെ കഴിയുമ്പോ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടേണ്ടി വരും. അതുകൊണ്ടാ. നോക്കാമെന്നല്ല, പോണം, പോയേ പറ്റൂ. അല്ല, നിനക്ക് വീട്ടിൽ പോകണ്ടേ? ഇപ്പോഴേ പോണോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? നാളെ കൊണ്ടുകൂടി നിനക്ക് കണ്ടവന്റെ കൂടെ നിൽക്കാൻ. പിന്നെ ഞാൻ തന്നെ നാണിക്കുന്നത്? ഞാൻ കണ്ടവന്റെ കൂടെ ഒന്നല്ല നിൽക്കുന്നേ. എന്നെ കെട്ടാൻ പോകുന്ന എന്റെ ചെറുക്കന്റെ കൂടെ. നിന്നെ കെട്ടാൻ പോകുന്ന ആരാ? അല്ല, അത്രയ്ക്ക് തീട്ടവനേതവനാന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചു. വിരോധം ഉണ്ടെങ്കിൽ പറയണ്ട. താങ്കളാണ് ഗതികെട്ടവൻ. നോക്കിയിരുന്നോ, ഇപ്പം നിന്നെ കിട്ടും. അതെന്താ, എന്നെ കിട്ടൂലേ? ഇല്ല. അതെന്താ, എന്നെ കെട്ടിയാൽ? എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, അപ്പൊ ഞാനോ? നീയോ? നീ വേറെ പോയി കെട്ടണം. എനിക്ക് വീട്ടിൽ പോണം. ഇപ്പോഴോ? ഇപ്പം തന്നെ പോണം. എന്നാ വാ പോവാം. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ജീവേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചു. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണം. ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ. കിട്ടി. ഹലോ അനു. ജീവേട്ടാ. അനു, നിനക്കെന്താ പറ്റിയത്? നിന്റെ സൗണ്ട് മാറിയിരിക്കുന്നല്ലോ. ജീവേട്ടാ, എനിക്കൊരു തലകറക്കം പോലെ. എന്തു പറ്റി പെട്ടെന്ന് വയ്യാതാവാൻ? അറിയില്ല, എന്തോ ഒരു തളർച്ച പോലെ. രാവിലെ 2 വട്ടം ഛർദിച്ചു. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. അതെന്താ പോവാഞ്ഞേ? കുറച്ചിടക്ക് നോക്കട്ടെ, കുറവില്ലെങ്കിൽ പോകാം. ഓക്കെ. ജീവേട്ടാ, ഞാൻ പോവാ. എനിക്ക് തല കറങ്ങുന്നത് പോലെ. അനു, ഓക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഹലോ. ആടി പറ. എനിക്ക് ജീവേട്ടനെ ഒന്ന് കാണണം. എപ്പോ? ഇപ്പോ ഞാൻ പാർക്കിലുണ്ട്. ഹലോ ഡി അനു, ഡി. കോപ്പ് കട്ട് ചെയ്തു. നീ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത്? വന്നോ? അത് ജീവേട്ടാ, ഞാൻ പ്രഗ്നന്റാ. എന്തുവാ? ഒന്നാടൊന്ന് പറഞ്ഞേ. ചെവി കേട്ടൂടെ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഒന്ന് പതുക്കെ പറയന്റെ പെണ്ണേ, ആൾക്കാർ കേൾക്കും. സോറി കേട്ടോ, ആ കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ. ജീവേട്ടാ ഇങ്ങോട്ട് നോക്ക്. എന്തുവാ പെണ്ണേ? നമുക്കൊരു കുഞ്ഞാവ ഉണ്ടാകാൻ പോവാ. ഇങ്ങോട്ട് നോക്ക്.
എങ്ങനെ? അതൊക്കെ അപ്പോ? ഓ, ജീവേട്ടൻ അറിയില്ലല്ലേ എങ്ങനെയാണെന്ന്? ആ, അതെങ്ങനെ അറിയാനാ? അറിഞ്ഞാലും അറിയില്ലെന്നല്ലേ പറയൂ. എന്താടി നീ ഇങ്ങനൊക്കെ പറയുന്നത്? അല്ല, ജീവേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോവല്ലേ, അപ്പൊ ഞാനും കുഞ്ഞും ജീവേട്ടന്റെ കല്യാണത്തിന് തടസ്സമായാലോ? അല്ലടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ദേഷ്യപ്പെടരുത്. ഇല്ല, ചോദിക്കും. നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ പ്രഗ്നന്റ് ആയത്? നിങ്ങൾക്കറിയത്തില്ലല്ലേ മനുഷ്യ, ഞാനിങ്ങനെ പ്രഗ്നന്റ് ആയിരുന്നു? ഏയ്, അങ്ങനൊന്നുമില്ല. അറിയാം, സത്യമായിട്ട് അറിയാം. പോരെ? അങ്ങനെ വഴിക്ക് വാ ജീവേട്ടാ. എന്താണാവോ? ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ജീവേട്ടൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ പ്രാർത്ഥന എന്നും നിങ്ങളോട് ഉണ്ടാകും. അനു, വാ പോവാം. എങ്ങോട്ട് പോവാന്ന്? നിന്റെ വീട്ടിലോട്ട് പോവാന്നോ? എന്തിന്? എന്ത് കാര്യത്തിന് എന്റെ വീട്ടിലോട്ട് പോന്നേ? എനിക്ക് നിനക്ക് ഇടിച്ചു തരുമെന്ന് ചോദിക്കാം. തരില്ലെന്ന് പറഞ്ഞാൽ ഇയാൾ എന്തോ ചെയ്യും? ഉള്ളതങ്ങ് തുറന്നങ്ങ് പറയും, അല്ലാതെ ഇനി എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നു? സത്യം? എന്ത് സത്യം? ഏത് സത്യം? എവിടുത്തെ സത്യം? നമ്മൾ രണ്ടുപേരും അച്ഛനും അമ്മയും ആകാൻ പോകുന്ന സത്യം, അതായത് നീ പ്രഗ്നന്റ് ആകുന്ന കാര്യം. വേണ്ട, അയക്കുന്ന എപ്പോഴേ വീട്ടുകാരെ അറിയിക്കുന്നത്. അതെന്താ വേണ്ടാത്തെ? വേണ്ടാത്തത് കൊണ്ട്, അത്ര തന്നെ. നീ ഒന്നും ഇനി പറയണ്ട, വാ നമുക്ക് പോവാം. ജീവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ എളുപ്പം പറ. അത് അത് ജീവേട്ട. അനു, ടീ, എന്തിനാ നീ കരയുന്നേ? അതിനാര് ഇറങ്ങി? ഞാനങ്ങ് പറഞ്ഞതല്ല. ഓഹോ, കരഞ്ഞല്ലായിരുന്നു. എന്തെങ്കിലോട്ടെ, നീ വാ നമുക്ക് വീട്ടിൽ പോവാം, സമയം കളയണ്ട. ഞാൻ പ്രഗ്നന്റ് അല്ല. എന്തോന്ന്? അപ്പൊ നീ പറഞ്ഞതോ? അത് ജീവേട്ടൻ വരെ കെട്ടാൻ പോവാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞായിരുന്ന. അതിനിപ്പോ എന്താ? കല്യാണം മുടക്കാൻ വേണ്ടി ഞാനത് കൊള്ളം പറഞ്ഞതാ. സോറി, ഇനിയും പറയില്ല. ഓഹോ, എന്നാ നമുക്കതങ്ങ് സത്യമാക്കിയാലോ? എന്ത്? അതൊന്നും വേണ്ട മോനെ കുട്ടാ. ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെ പറയല്ലേ മുത്തേ, അതെന്താ വേണ്ടാത്തേ? ജീവേട്ടാ, വേണ്ട കേട്ടോ, ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. വീട് ജീവേട്ടാ, മതി, വീട് ആൾക്കാർ കാണും. കാണട്ടെ, ഞാൻ എന്റെ പെണ്ണിനല്ലേ നോക്കുന്നു, അതിന് നാട്ടുകാർക്ക് എന്താ? ജീവേട്ടാ, വാ പോവാ, മതി പ്ലീസ്. ആയിക്കോട്ടെ, വാ പോവാ.